യെസ്, ഐ എം ബാക്ക് വിത്ത് മേ മൈറ്റ് മാസ്റ്റ്. ഓക്കെ, എന്താണ് മേ മൈറ്റ് മാസ്റ്റ്? ഓക്കെ, നോക്കാം. ഇതൊരു തരം ഒരു സാധ്യതയാണ്. ഐ മേ എന്നൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടാവും. ഇതിന്റെ യൂസിലോട്ട് കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. നോക്കാം. മേ, പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എവിടെ നോക്കിയാലും ഉണ്ട് ഈ ഒരു പോസിബിലിറ്റി, അല്ലെ? മോഡൽ ഓക്സിലറി തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പോസിബിലിറ്റി, പ്രോബബിലിറ്റി, നെസസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. ചിലത് കുറച്ച് നടക്കാൻ സാധ്യത ഉണ്ടാവും, ചിലത് ഒട്ടും നടക്കാൻ സാധ്യത ഉണ്ടാവില്ല, ചിലത് പാസ്റ്റിന് നടക്കാൻ സാധ്യത ഉള്ളതായിരിക്കും. എന്നാലോ അതുപോലെ ചിലത് റിക്വസ്റ്റ് അതുപോലെ ചിലത് വളരെയധികം റിക്വസ്റ്റ്. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ രണ്ടും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് മോഡൽ ഓക്സിലറീസ് ഉണ്ട് കേട്ടോ. സോ ഇവിടെ നോക്കാം. പോസിബിലിറ്റി ആണ്, അല്ലെ? നമ്മൾ ക്യാനിലും ഒരു പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അവിടെ എന്തായിരിക്കും ചിലപ്പോ അവരായിരിക്കും വിൻ ചെയ്യുക എന്ന് പറയാം, അല്ലെ? നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ചിലപ്പോ എനിക്ക് തോന്നുന്നത് എന്താണ്, ദ ബ്ലാക്ക് ടീം ക്യാൻ ബി ദ വിന്നർ. എന്തായിരിക്കും? ബ്ലാക്ക് ടീം ആയിരിക്കും വിൻ ചെയ്യുക, അല്ലെ? മേ ബി വിൻ ചെയ്യുന്നത് ആരായിരിക്കും? അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, അതേ ക്യാനിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? മേ യൂസ് ചെയ്യാം. ഓക്കെ, നോക്കാം. അപ്പൊ മേ, പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സാധ്യത തന്നെയാണ്. ഓക്കെ, ദെൻ പെർമിഷൻ ആണ്. ആസ്ക് ആൻഡ് ഗീവ്, അല്ലെ? പെർമിഷൻ ആണ്. പെർമിഷൻ കൊടുക്കാനും പെർമിഷൻ വാങ്ങാനും. ഓക്കെ, ദെൻ വിഷ്. ഓക്കെ, വിഷ് ഒക്കെ പിന്നെ എക്സാമ്പിൾ, ഒരൊറ്റ എക്സാമ്പിളേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആവും. ദെൻ പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി. നോക്കാം എങ്ങനെയാണ് ആ പോസിബിലിറ്റി എന്ന് നോക്കാം. ഹി മേ വിസിറ്റ് അസ് ടു ടുമാറോ. ഓക്കെ, സാധ്യതയാണ് കേട്ടോ, സാധ്യതയാണ്. ഹി മേ വിസിറ്റ് അസ് ടുമാറോ. എന്താണ്? ചിലപ്പോ അവനെന്ത് ചെയ്യും? കാണാൻ എന്ത് ചെയ്യും? വരുമായിരിക്കും. ഇപ്പോ നാളെ, അല്ലെ? നാളെ എന്തായാലും അവൻ എന്ത് ചെയ്യും? നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുമായിരിക്കും. ഓക്കെ, ദെൻ he may reach there by this time. എന്താണ്? he may reach there by this time. എന്താണ്? അവിടെ എത്തിയിട്ടുണ്ടാവും ചിലപ്പോ. ഈ ടൈമിൽ അവൾ അവിടെ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും? റീച്ച് ചെയ്തിട്ടുണ്ടാവും. എല്ലാം എന്താണ്? ഒരു ഗസ് ആണ്, അല്ലെ? ഒരു സാധ്യതയാണ്. Then the weather may be better tomorrow. ചിലപ്പോ എന്തായിരിക്കും വെതർ? നാളെ എന്തായിരിക്കും? നാളെ കാലാവസ്ഥ ചിലപ്പോ എന്തായിരിക്കും? ഒന്നും കൂടെ ബെറ്റർ. അതിനാണ് ചിലപ്പോ ഒന്നും കൂടെ കാലാവസ്ഥ നാളെ എന്തായിരിക്കും? മേ ബി മോർ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ the governor may resign today. ഗവർണർ എന്ത് ചെയ്യായിരിക്കും? ചിലപ്പം ഗവർണർ റിസൈൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഗവർണർ എന്തായിരിക്കും? ചിലപ്പോൾ മേ ബി ഗവർണർ എന്തായിരിക്കും? റിസൈൻ ചെയ്യുകയായിരിക്കും. ഓക്കെ, ദെൻ എന്താണ്? ഒരു പോസിബിലിറ്റിയാണ്, ഒരു സാധ്യതയാണ്. ഒരു 50% ഒക്കെ എന്താണ്? ഒരു സാധ്യതയാണ് എന്ത്? മേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 50 ഒരു 60 or 80% ഒക്കെ സാധ്യതയുണ്ട് മേ എന്ന് പറയുന്നതിന്. ഓക്കെ, നോക്കാം. അടുത്തത് പെർമിഷൻ ആൻഡ് പെർമിഷൻ. ഓക്കെ, പെർമിഷൻ എന്താണ്? ആസ്ക് ആൻഡ് ഗിവ് ആണ്. കൊടുക്കാനും അതുപോലെ എന്താണ്? പെർമിഷൻ കൊടുക്കാനും പെർമിഷൻ വാങ്ങാനും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? മേ യൂസ് ചെയ്യാം. നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു, ഇതിലോട്ട് നോക്കാതെ പറഞ്ഞു. നിങ്ങൾ ഏറ്റവും കൂടുതൽ LKG മുതൽ നിങ്ങൾ ഈ ടൈം വരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ട് മേ വെച്ചിട്ട്. നിങ്ങൾ ഇനി സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, ഇംഗ്ലീഷ് മീഡിയം ആവട്ടെ, ഏത് സ്കൂളിലാവട്ടെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പെർമിഷൻ, നിങ്ങൾ ലൈഫിൽ സ്കൂളിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പെർമിഷൻ, അത് ഈ മേ വെച്ചിട്ടാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? ഒന്ന് പറഞ്ഞേ. എന്താണ്? മീസ് മേ കമിൻ. മീസ്, അല്ലെ? ടീച്ചറെ മേ കമിൻ, അല്ലെ? മീസ് മേ കമിൻ, അല്ലെ? മാം മേ കമിൻ. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്, അല്ലെ? മീസ് മേ കമിൻ, മേ ഗോ ടു ടോയ്ലറ്റ്, മേ ഐ ഡ്രിങ്ക് വാട്ടർ, അല്ലെ? മേ ഐ വാഷ് ഹാൻഡ്സ്, അല്ലെ? പെർമിഷൻ ചോദിക്കുകയാണല്ലേ. സോ നോക്കാം. മേ ഐ ഗോ ഫോർ എ ഫിലിം ടുഡേ. എന്താണ് ഇവിടെ നമ്മൾ പെർമിഷൻ? നമ്മുടെ അച്ഛനോട് നമ്മൾ പെർമിഷൻ ചോദിക്കണം. എന്താണ് പെർമിഷൻ ചോദിക്കുന്നത്? മേ ഐ ഗോ ഫോർ എ ഫിലിം ടുഡേ. ഞാൻ ഇന്നൊരു ഫിലിമിന് പോയിക്കോട്ടെ. ഓക്കെ, പെർമിഷൻ ചോദിക്കുകയാണ്. ഞാൻ ഇന്നൊരു ഫിലിമിന് പോയിക്കോട്ടെ. ഓക്കെ, ദെൻ യു മേ ഗോ നൗ. ഇവിടെ എന്താണ്? കൊടുക്കുകയാണ്, അല്ലെ? അങ്ങ് കൊടുക്കണം. അച്ഛൻ അങ്ങ് പറയാണ്, നീക്കോ, നീ പൊക്കോ. ഓക്കെ, നമ്മൾ പെർമിഷൻ ചോദിച്ചു, മേ ഗോ ഫോർ എ ഫിലിം. അപ്പൊ ഫാദർ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെ പെർമിഷൻ തന്നു? യു മേ ഗോ നോ. എന്താണ്? യു മേ ഗോ നോ. എനിക്കിപ്പോ എന്ത് ചെയ്യാം? നിനക്ക് പോവാം. ഓക്കെ, പെർമിഷൻ തന്നു. ഓക്കെ, ദെൻ
ഇതാണ് മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ പ്ലീസ്, മേ ഐ കം ഇൻ മിസ് എന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, എന്താണ് മേ ഐ കം ഇൻ, ഞാൻ അകത്തോട്ട് പ്രവേശിച്ചോട്ടെ അല്ലെ, പെർമിഷൻ ചോദിക്കുകയാണ്. ഓക്കെ, സോ പെർമിഷൻ കൊടുക്കാനും പെർമിഷൻ വാങ്ങാനും എന്ത് യൂസ് ചെയ്യും മക്കളെ, മേ യൂസ് ചെയ്യും. ഓക്കെ, പോസിബിലിറ്റി, ഫസ്റ്റ് വൺ പോസിബിലിറ്റി, സെക്കൻഡ് വൺ പെർമിഷൻ. മറക്കരുത്, റിപ്പീറ്റ് ചെയ്ത് പറയാ, ഞാൻ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാ. ഫസ്റ്റ് വൺ പെർമിഷൻ, സെക്കൻഡ് വൺ എന്താണ് മക്കളെ, സെക്കൻഡ് വൺ പെർമിഷൻ, ഫസ്റ്റ് വൺ എന്തായിരുന്നു, പോസിബിലിറ്റി ആയിരുന്നു. ഓക്കെ, ദെൻ വിഷ്. ഇതൊന്നേ ഉള്ളൂ അല്ലെ, ഇത് ഇങ്ങനെയുള്ള വിഷയം, ഇതിനപ്പുറം ഒന്നും ഇല്ല. ഇതെന്താണെന്നോ ഇതിന്റെ അർത്ഥം എന്താണെന്നോ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മേ ഗോഡ് ബ്ലെസ് യു അല്ലെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അല്ലെ, മേ ഗോഡ് ബ്ലെസ് യു അല്ലെ, എപ്പോഴും കേൾക്കുന്ന വേട അല്ലെ, ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കട്ടെ. ദെൻ മേ യു ബോത്ത് ബി വെരി ഹാപ്പി, നിങ്ങൾ രണ്ടുപേരും എന്താവട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമ്മൾ കല്യാണത്തിനോ റിസപ്ഷനോ ഒക്കെ പരിപാടിക്കൊക്കെ പോയിട്ട് നമ്മൾ എന്ത് പറയും മക്കളെ, ഈ ഡയലോഗ് പറയും അല്ലെ, മേ യു ബോത്ത് ബി വെരി ഹാപ്പി, രണ്ടുപേരും എന്താവട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വിഷ് ചെയ്യാണ്, മേ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിഷ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ മേ ഉപയോഗിച്ചിട്ടാണെന്ന് പഠിച്ചിട്ടുണ്ടായാലും കൂടെ ഈ വിഷൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ അറിയാതെ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ഏത് മോഡൽ ഓക്സിലറി വെച്ചിട്ടാണ്, മേ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെച്ചിട്ടാണ്. മേ ഗോഡ് ബ്ലെസ് യു അല്ലെങ്കിൽ മേ യു ബോത്ത് ബി വെരി ഹാപ്പി. ഓക്കെ, ദെൻ മൈറ്റ്. ഓക്കെ, മേയുടെ പാസ്റ്റ് ആണ് മൈറ്റ്. ഓക്കെ, ദെൻ ലോ പോസിബിലിറ്റി ആണ്. ഓക്കെ, എന്താണ് ലോ പോസിബിലിറ്റി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേക്ക് നിങ്ങളൊരു എന്ത് കൊടുക്കാം, ഒരു 70% ഒക്കെ കൊടുക്കാം, ഒരു 70% സാധ്യത കൊടുക്കാം. അപ്പൊ മൈറ്റിന് നിങ്ങൾ എത്ര കൊടുക്കും, മക്കളെ, മൈറ്റിന് നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു 40% ഒക്കെ കൊടുക്കാം. എത്രയാണ്, ഒരു 40% സാധ്യത. ഓക്കെ, അപ്പൊ എന്താണ്, മേയുടെക്കാളും കുറവാണ് എന്ത്, ലെസ് ആണ്. ഓക്കെ, ഒരു 50% മുകളിലോട്ട് അങ്ങോട്ട് മേ ആണെങ്കിൽ താഴോട്ട് സാധ്യത മാത്രമേ ഉള്ളൂ എന്തിന്, മൈറ്റിന്. ഓക്കെ, ക്ലിയർ അല്ലേ, അതാണ് ലോ പോസിബിലിറ്റി. ദെൻ പൊളൈറ്റ് പെർമിഷൻ. ഓക്കെ, അവിടെ നമ്മൾ പെർമിഷൻ ചോദിച്ചു അല്ലെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മീൻസ് മേ കം ഇൻ. ഓക്കെ, മേ കം ഇൻ. ഓക്കെ, മേ ഗോ എന്നൊക്കെ പെർമിഷൻ നമ്മൾ എവിടെ ചോദിച്ചു, മേൽ ചോദിച്ചു. ആ പെർമിഷന്റെ മുന്നിലായിട്ട് നോക്കിയേ, ജസ്റ്റ് ലുക്ക് ഹിയർ, എന്താണിത്, പൊളൈറ്റ്. എന്താണ്, പൊളൈറ്റ്. ഓക്കെ, അപ്പൊ പോസിബിലിറ്റി മേ കൊണ്ട്, പക്ഷെ ഇവിടെ എന്താണ്, ലോ പോസിബിലിറ്റി ആണ്. പെർമിഷൻ മേ കൊണ്ട്, പക്ഷെ ഇവിടെ എന്താണ്, പൊളൈറ്റ് ആണ്, പൊളൈറ്റ് പെർമിഷൻ ആണ്. നോക്കാം, വളരെ സിമ്പിൾ ആണ്, വളരെ ക്ലിയർ ആണ് അല്ലെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ മോഡൽ ഓക്സിലറീസിന്റെ ക്ലാസ്സുകളൊക്കെ കഴിയുന്നതോടുകൂടി നിങ്ങൾ ഓക്സിലറിയുടെ കാര്യത്തിൽ ഇനി നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കെ, ക്ലാസ്സുകൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധപൂർവ്വം എന്ത് ചെയ്യുക, നോട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ദെൻ നോക്കാം, എന്താണ് ലോ പോസിബിലിറ്റി ആണ്. മൈറ്റിന്റെ ഫസ്റ്റ് വൺ എന്താണ്, ലോ പോസിബിലിറ്റി ആണ്, കുറവാണ്, സാധ്യത എന്താണ്, കുറവാണ്. ഇറ്റ് മൈറ്റ് റെയിൻ ടുമാറോ എന്നാണ് പറയുന്നത്. എന്താണ്, ഇറ്റ് മൈറ്റ് റെയിൻ ടുമാറോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയാൻ നോക്കിയേ, ഇറ്റ് മൈറ്റിന് പകരം ഇറ്റ് മേ റെയിൻ ടുമാറോ, ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും, ഇറ്റ് മേ റെയിൻ ടുമാറോ, it may rain tomorrow. Okay, then ചെറിയ വ്യത്യാസമുള്ളൂ അല്ലെ, എന്താണ്, it might rain tomorrow. എന്താണ് മക്കളെ, രണ്ടും ഒരു മാറ്റവും ഇല്ല അല്ലെ, ചെറിയൊരു സാധ്യതയാണ്. ഓക്കെ, എന്താണ്, ഇറ്റ് മേ റെയിൻ ടുമാറോ. ഇതെന്താണ് ഞാൻ പറഞ്ഞ പോലെ ഒരു 70% ഒക്കെ എന്തുണ്ട്, സാധ്യതയുണ്ട്. എന്താണ്, ഒരു 70% എന്തുണ്ട് മക്കളെ, സാധ്യതയുണ്ട്. എത്ര പെർസെന്റേജ് ആണ്, 70% സാധ്യതയുണ്ട്. ഇതോ ഇറ്റ് മൈറ്റ് റെയിൻ ടുമാറോ എന്ന് പറയുമ്പോ എന്താണ്, നിങ്ങൾ ഒരു 30-40 റേഞ്ച് ഒക്കെ ഒരു സാധ്യത ആർക്ക് കൊടുക്കാൻ പാടുള്ളൂ, ഒരു 30-40 റേഞ്ചുള്ള സാധ്യതയ്ക്കുള്ളൂ ഈ മൈറ്റിന് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ദെൻ ഐ മൈറ്റ് ഗോ ഔട്ട് ടുനൈറ്റ്, എന്താണ്, പുറത്ത് പോവും എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് പുറത്ത് പോകും നൈറ്റില് വലിയ സാധ്യതയൊന്നുമില്ല അല്ലെ, ഒരു ലോ സാധ്യതയുള്ളൂ, ഉറപ്പേ ഇല്ല. ഓക്കെ, ദെൻ
ഐ തോട്ട് ഹി മൈറ്റ് ബി അറ്റ് ഹോം. ഞാൻ വിചാരിക്കുന്നു അവൻ എന്തുണ്ടാവും, വീട്ടിലുണ്ടാവും. വെറും വിചാരമാണ്, വീട്ടിൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഒരു ചെറിയൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഒരു ലോ പോസിബിലിറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചിന്തിച്ച് പറയുന്നത്. എന്ത്, ഐ തോട്ട് ഹി മൈറ്റ് ബി അറ്റ് ഹോം. എന്തുണ്ടാവും, ഞാൻ ചിന്തിക്കുന്നു അവൻ എവിടെ ഉണ്ടാവും, ഇപ്പോ വീട്ടിലുണ്ടാവും. ചെറിയൊരു ലോ പോസിബിലിറ്റി ആണ് കേട്ടോ. അപ്പൊ മേയും മൈറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, ദെൻ പൊളൈറ്റ് പെർമിഷൻ. എന്താണ് പെർമിഷൻ? എവിടെ ചോദിച്ചു, മെയിൽ പെർമിഷൻ ചോദിച്ചു, മേ ഐ കം ഇൻ അല്ലെ, അതൊരു പെർമിഷൻ ആണ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്, പൊളൈറ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങേറ്റം അങ്ങ് താന്ന് ചോദിക്കും മക്കളെ അല്ലെ. താന്ന് ചോദിച്ച ആരാ സമ്മതിക്കാത്ത, എല്ലാരും സമ്മതിക്കും. നമ്മുടെ ആ മുഖഭാവവും ആ ചോദ്യവും അതിൽ ആ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആരായാലും പൊക്കോന്ന് അങ്ങ് പറയും. ഓക്കെ, നോക്കാം. പൊളൈറ്റ് പെർമിഷൻ എന്താണ്, പൊളൈറ്റ് പെർമിഷൻ നോക്കാം. മൈറ്റ് വി ലീവ് എ ബിറ്റ് ഏർലി. മൈറ്റ് വി ലീവ് എ ബിറ്റ് ഏർലി. ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ പൊക്കോട്ടെ അല്ലെ. ഞങ്ങൾ ഇന്ന് കുറച്ചൊന്ന് നേരത്തെ എന്ത് ചെയ്യാ, പൊക്കോട്ടെ. വളരെ പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. മൈറ്റ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഒരാളൊരു കാര്യം ചെയ്തോണ്ടിരിക്കുക, അപ്പൊ നമുക്ക് വല്ലാണ്ട് പറ്റുമൊന്നുമില്ല, ഇഷ്ടപ്പെടില്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളോട് തിരിച്ചങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഡൗട്ട് ചോദിക്കാം. ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സാർ എന്നൊക്കെ ചോദിക്കില്ലേ നമ്മുടെ ബോസോ അല്ലെങ്കിൽ നമ്മുടെ സാറൊക്കെ ക്ലാസ് എടുക്കുന്നതിന്റെ അടിയിൽ അങ്ങനെ ഇടപെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അവരോട് വളരെ പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം, മൈറ്റ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, ദെൻ മൈറ്റ് ഐ മേക്ക് സജഷൻസ്. ഓക്കെ, ഇവിടെയും തന്നെ നമുക്ക് നമ്മളങ്ങ് കയറി പറയുന്നൊന്നും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു സജഷൻസ് നിങ്ങളിപ്പോ സംസാരിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്ക്യൂസ് മീ, നമ്മൾ ഇടപെടുകയാണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ, മൈറ്റ് ഐ മേക്ക് എ സജഷൻ. ഓക്കെ, ഞാനൊരു സജഷൻ ചോദിച്ചോട്ടെ. നമ്മൾ ഇടപെട്ടിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു സജഷൻ ചോദിച്ചോട്ടെ. അപ്പൊ എന്ത് ചെയ്യാണ്, വളരെ പൊളൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, പെർമിഷൻ ചോദിക്കുകയാണ് മക്കളെ. ഫസ്റ്റ് എന്തായിരുന്നു മൈറ്റ് ഒന്ന് പറഞ്ഞ്, എന്തായിരുന്നു പൊളൈറ്റ്. സെക്കൻഡ് വൺ പൊളൈറ്റ് പെർമിഷൻ ആയിരുന്നു. ഫസ്റ്റ് വൺ എന്തായിരുന്നു മക്കളെ, ലോ പോസിബിലിറ്റി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു, ലോ പോസിബിലിറ്റി. സെക്കൻഡ് വൺ പൊളൈറ്റ് പെർമിഷൻ. മറക്കരുത്, മൈറ്റിനൊക്കെ ഒരു 2 യൂസേ പറഞ്ഞിട്ടുള്ളൂ, ആ 2 യൂസേ ലൈഫിൽ വരാറുള്ളൂ. ഓക്കെ, ഒന്നെന്തായിരുന്നു, ലോ പോസിബിലിറ്റി ആയിരുന്നു. മറ്റൊന്ന് എന്തായിരുന്നു, പൊളൈറ്റ് പെർമിഷൻ ആയിരുന്നു. ഓക്കെ, സോ മേ മൈറ്റ്. എന്താണ്, മേയും മൈറ്റും ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ മാസ്റ്റ്. എന്താണ്, മസ്റ്റ് നോക്കാം. കമ്പൽഷൻ ആണ്. ഓക്കെ, കമ്പൽ ചെയ്യാണ്, നമ്മളെ കമ്പൽ ചെയ്യാണ്, നിങ്ങളത് ചെയ്തേ പറ്റൂ. എന്താണ് കമ്പൽ ചെയ്യാണ്, നീ അത് ചെയ്യണം, നീ അത് ചെയ്ത്, യു മസ്റ്റ് ഡു ഇറ്റ്, അത് ചെയ്തേ പറ്റൂ എന്ന് കമ്പൽ ചെയ്ത് പറയാണ്. ഓക്കെ, ദെൻ എക്സ്പ്രസ് ഇൻഫറൻസ്. ഓക്കെ, നമ്മുടെ ഇൻഫറൻസ് പറയാം. ദെൻ അഡ്വൈസ് പറയാം, നമ്മുടെ അഡ്വൈസ് പറയാം. നോക്കാം, നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഒന്ന് ക്ലിയർ ആവും. ദെൻ കമ്പൽഷൻ ആണ്, നമ്മൾ നിർബന്ധങ്ങളാണ്. എന്തൊക്കെയാണ് മക്കളെ നിർബന്ധം, യു മസ്റ്റ് കം വിത്ത് us. നീ നിർബന്ധമായിട്ട് എന്റെ കൂടെ വരണം, വൃത്തിയൊന്നുമല്ല. ഓക്കെ, നീ എന്റെ കൂടെ വരണം. ഓക്കെ, അതൊന്നല്ല. ഓക്കെ, ഒരു പെർമിഷൻ ഷാവിക്കോ, ഈ ഒരു ഏർപ്പാടൊന്നും ഇവിടെ അല്ല. ഇതെന്താണ്, യു മസ്റ്റ് കം വിത്ത് us. നീ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, യു മസ്റ്റ് കം വിത്ത് us. നീ എന്റെ കൂടെ നിർബന്ധമായിട്ടും ഇപ്പൊ തന്നെ എന്റെ കൂടെ എന്ത് ചെയ്യണം, എന്റെ കൂടെ വരണം. ഓക്കെ, നമ്മൾ ലൈഫിലൊക്കെ സ്ട്രോങ് ആയിട്ട് പറയാൻ യൂസ് ചെയ്യാം. ഓക്കെ, യു മസ്റ്റ് കം വിത്ത് us എന്നൊക്കെ നമുക്ക് സ്ട്രോങ്ങിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ യു മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ സൺഡേ. ഇതൊരു നിർബന്ധം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും എക്സ്ക്യൂസ് ഒന്നുമില്ല, ഇനി അങ്ങോട്ട് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. എന്താണ്, സൺഡേക്ക് മുമ്പായിട്ട് നീ ആ വർക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, അവിടെ ഇനി വേറെ സംസാരത്തിനൊന്നുള്ള ഒരു പോസിബിലിറ്റി ഇല്ല മക്കളെ. അവിടെ എന്താണ്, മസ്റ്റ് ആണ്, സ്ട്രോങ് ആണ്, അതെന്താണ്, കമ്പലാണ്. ഓക്കെ, എന്താണ് കമ്പൽ ചെയ്യുന്നത്, യു മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ബിഫോർ സൺഡേ. സൺഡേക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ആ വർക്ക് എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. ഓക്കെ, നമ്മളോട് ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട്, യു മസ്റ്റ് ഫിനിഷ് ദ ഹോംവർക്ക് ബിഫോർ ദ മൺഡേ, അല്ലെങ്കിൽ യു മസ്റ്റ് ഫിനിഷ് ദ ഹോംവർക്ക് ബിഫോർ 2 days അല്ലെ.
2 ദിവസത്തിന് മുമ്പ് ഹോംവർക്ക് ചെയ്യണം, മൺഡേക്ക് മുമ്പ് ഹോംവർക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് വളരെ മസ്റ്റ് ആയിട്ട് പറയും. എന്ത് ചെയ്യും? മസ്റ്റ് യൂസ് ചെയ്ത് പറയും അല്ലെ, നിർബന്ധമായിട്ടും പറയാണ്. ഓക്കെ, ദെൻ യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്. ഓക്കെ, എന്താണ്? യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാരന്റ്സിനെ എന്ത് ചെയ്യണം മക്കളെ? പാരന്റ്സിനെ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം, അനുസരിക്കണം. അത് അത്യാവശ്യമല്ലേ? നമ്മുടെ പാരന്റ്സിനെ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവുക? നന്മകൾ ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്. യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്. ഓക്കെ, ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യാം? യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്. സോ കമ്പൽഷൻ പറയാൻ എന്താണ് മക്കളെ യൂസ് ചെയ്തത്? മസ്റ്റ് ആണ് യൂസ് ചെയ്തത്. എന്താണ്? മസ്റ്റ്. ഓക്കെ, ദെൻ എക്സ്പ്രസ് ഇൻഫറൻസ്. എന്താണ്? നമ്മുടെ ഇൻഫറൻസസ് പറയാം, നോക്കാം. ഹി ഓൾവേസ് ട്രാവൽസ് ബൈ ബസ്. അവൻ എന്താണ്? എപ്പോഴും അവൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? ബസ്സിലാണ് ട്രാവൽ ചെയ്തിരുന്നത്. ഹി മസ്റ്റ് ബി എ പ്യുവർ മാൻ. ഓക്കെ, നിങ്ങളിത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻഫറൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ എന്താ വെച്ചാ ഇപ്പോ പൈസക്കാരും ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, അവൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അവൻ പാവപ്പെട്ടവനാവും എന്ന് നമ്മൾ ഗസ് ചെയ്യാണ് അല്ലെ. നമ്മളൊരു ഒരു ഊഹാപോഹം ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ഇനി ഞാൻ ഉദ്ദേശിച്ചത് പൈസ ഇല്ലാത്ത ആളുകളൊക്കെ ബസ്സിലാണെന്നല്ല. ഇപ്പൊ പെട്രോളിനൊക്കെ ഡീസൽ ൊക്കെ വില കൂടുതലായതുകൊണ്ട് കാറൊക്കെ എല്ലാവരും മാറ്റി വെച്ചിട്ട് ബസ്സിലൊക്കെ തന്നെയാണ്. ഇപ്പൊ പൈസ ഉള്ള ഒരു റിച്ച് ആയിട്ട് ആളുകളൊക്കെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. നോക്കാം. He always travel by bus. എന്താണ്? അവനിപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ബസ്സിലാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താണ്? കുറച്ചൊക്കെ പാവപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻഫറൻസ് ആണ്. ഓക്കെ, ദെൻ there is somebody at the door that must be the postman. കാണുന്നില്ല കേട്ടോ. ആരൊക്കെയോ അവിടെ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? 2 മുട്ടൊക്കെ മുട്ടിയിട്ടുണ്ട്, ഒരു ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് കാണുന്നില്ല. ഓക്കെ, ജനലിന്റെ ഇടയിലൂടെയോ ഡോറിന്റെ അവിടെയോ നമുക്ക് കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയാ? നമ്മളൊരു ഇൻഫറൻസ് ചെയ്യാം. there is somebody at the door. അവിടെ ആരോ ഡോറിന്റെ അപ്പുറത്തുണ്ട്. എന്താണ്? that must be the postman. അത് ആരാവാം? ഈ ടൈമിൽ ഏകദേശം ഒക്കെ പോസ്റ്റ്മാൻ ആണ് വരാറുള്ളത്. അപ്പൊ എന്താവും? നമുക്ക് ഗസ് അടിക്കാൻ കഴിയും. അതെന്താവും? പോസ്റ്റ്മാൻ ആണ്. അതുപോലെ നമുക്ക് ആരെങ്കിലും ലെറ്റർ അയക്കുക, നമ്മൾ എന്തെങ്കിലും ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാം പോസ്റ്റ്മാൻ അത് എന്ത് ചെയ്യും? കൊണ്ടുതരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗസ് അടിക്കാം. എന്താണ്? അവിടെ ഇപ്പൊ വന്നിട്ടുള്ളത് ആരാണ്? അവിടെ ആ ഡോറിന്റെ അപ്പുറത്ത് ആരോ ഉണ്ട്, അത് പോസ്റ്റ്മാൻ ആവാം. ഓക്കെ, ഇൻഫറൻസ് ചെയ്തു. ഓക്കെ, ദ ഡോർ വാസ് ക്ലോസ്ഡ്, ഹി മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഇൻഫറൻസ് ചെയ്തു, ഒന്ന് ഒരു ഊഹാപോഹം നടത്താണ്. ഓക്കെ, നമ്മൾ ചെറിയൊരു ഊഹാണ്. എന്താണ്? അവിടെ ഡോർ അടച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഹി മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. നമ്മൾ ചെന്നപ്പോ എന്താ? അവൻ പുറത്തു പോയിട്ടുണ്ടാവും. അവൻ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ ഡോർ അടഞ്ഞു കിടക്കുന്നത് അല്ലെ. നമ്മളൊരു വീട്ടിലൂടെ ചെല്ലുമ്പോൾ ഡോർ നമ്മൾ അവര് പുറത്തു പോയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഒരു ഇൻഫറൻസ് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? എന്താണ് യൂസ് ചെയ്യുന്നത്? മസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? മസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മസ്റ്റിന്റെ ഏറ്റവും വലിയ യൂസ് കിടക്കുന്നത് എവിടെയാണ്? സ്ട്രോങ് ആയിട്ട് പറയുന്നിടത്താണ്. ഓക്കെ, എന്താണ്? യു മസ്റ്റ് ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുന്നിടത്താണ് മസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് കിടക്കുന്നത്. ഇതെന്താണ്? എക്സ്പ്രസ് ഇൻഫറൻസ്. ഓക്കെ, ക്ലിയർ ആണ്. ദെൻ അഡ്വൈസ്. എന്താണ്? അഡ്വൈസ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? യു മസ്റ്റ് നോട്ട് വേസ്റ്റ് എ സിംഗിൾ മിനിറ്റ്. ഇതൊരു നെഗറ്റീവ് അഡ്വൈസ് ആണ് അല്ലെ. നെഗറ്റീവ് യൂസ് ചെയ്തിട്ടാണ് ഈ അഡ്വൈസ് വന്നിട്ടുള്ളത്. യു മസ്റ്റ് നോട്ട് വേസ്റ്റ് എ സിംഗിൾ മിനിറ്റ്. നീ നിന്റെ ഒരു സിംഗിൾ മിനിറ്റ് പോലും നിനക്ക് ഇനി വേസ്റ്റ് ചെയ്യാനില്ല. 1 മിനിറ്റ് ഒക്കെ എക്സാം അടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എക്സാം അടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇനി കളിയൊന്നും നടക്കില്ല. യു മസ്റ്റ് നോട്ട് വേസ്റ്റ് എ സിംഗിൾ മിനിറ്റ്. 1 മിനിറ്റ് പോലും നിനക്ക് ഇനി എന്ത് ചെയ്യാനില്ല മക്കളെ? വേസ്റ്റ് ചെയ്യാനില്ല. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. ഓക്കെ, then you must study your lesson. നീ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും. ഇത് ഒരു തരം എന്താ പറയാ? നിർബന്ധമായിട്ടുള്ള ഒരു തരം അഡ്വൈസ് ആണ് അല്ലെ. നിർബന്ധമായിട്ടുള്ള ഒരു തരം അഡ്വൈസ് ആണ്. യു മസ്റ്റ് സ്റ്റഡി യുവർ ലെസൺ. നീ എന്ത് ചെയ്യണം? നിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചേ പറ്റൂ. യു മസ്റ്റ് സ്റ്റഡി യുവർ ചാപ്റ്റേഴ്സ്. യു മസ്റ്റ് സ്റ്റഡി യുവർ ലെസൺസ്. കാരണം എന്താ? എക്സാം ഇന്നലെ, നാളെ, മറ്റന്നാളാണ്. ഇനി അങ്ങോട്ട് കളിച്ച് നടക്കാൻ പറ്റില്ല. യു മസ്റ്റ് സ്റ്റഡി യുവർ ലെസൺ. ഓക്കെ, ക്ലിയർ. then
യു മസ്റ്റ് നോട്ട് ബി സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസസ്. എന്താണ് ഇതും എന്ത് തന്നെയാണ്, ഒരു അഡ്വൈസ് തന്നെയാണ്, പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ് അല്ലെ. യു മസ്റ്റ് നോട്ട് ബി സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസ്. പബ്ലിക് പ്ലേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നീ എന്ത് ചെയ്യരുത്, സ്മോക്ക് ചെയ്യരുത് എന്നുള്ള ഒരു അഡ്വൈസ് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് കൊടുക്കുകയാണ്. സോ കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വൈസുകളാണ് ഇതൊക്കെ. എന്താണ്, യു മസ്റ്റ് നോട്ട് വേസ്റ്റ് എ സിംഗിൾ മിനിറ്റ്. നീ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യരുത്. നിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ തന്നെ നീ ഇവിടെ എന്ത് ചെയ്യരുത്, ഇവിടെ ഈ പബ്ലിക് പ്ലേസിൽ എന്ത് ചെയ്യരുത്, സ്മോക്ക് ചെയ്യരുത്. ഇങ്ങനെയുള്ള അഡ്വൈസുകളൊക്കെ നമുക്ക് എന്ത് വെച്ച് കൊടുക്കാം മക്കളെ, മസ്റ്റ് വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, സോ ക്ലിയർ ആണ്. മേ, മൈറ്റ്, മാസ്റ്റ്. ഇങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ എങ്ങനെ തുടങ്ങണം, വില്ല്, ഷാള്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, കുഡ് ഹാവ്. അതുപോലെ തന്നെ എന്താണ്, മേ, മൈറ്റ്, മാസ്റ്റ്. ഇതൊക്കെ എന്ത് ചെയ്യണം, ഓരോന്നിന്റെ യൂസുകൾ എഴുതുക. അതിന്റെ കൂടെ ഒരുപാട് എക്സാമ്പിൾസ് എഴുതാതെ ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതുക. ഓക്കെ, ഒരു എക്സാമ്പിൾ. അപ്പൊ ഒന്നും കൂടി ഷോർട്ട് നോട്ട് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് കംഫർട്ടായിട്ട് പഠിക്കാൻ കഴിയും. ഓക്കെ, സോ സ്റ്റഡി വെൽ, റിപ്പീറ്റ് അഗൈൻ വീണ്ടും എന്ത് ചെയ്യുക, വാച്ച് ദ ക്ലാസ്സസ്. ഓക്കെ, ദെൻ പ്രാക്ടീസ് വെൽ. മറ്റൊരു അനദർ ഓക്സിലറി വെർബുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.